നമസ്തേ. എൻ്റെ പേര് ഐമനം അജിത്ത്. ന്യൂമറോളജി, പ്രോണോളജി, ടാരോട്ട്, വാസ്തു കൺസൾട്ടേഷൻ, ശരനൂൽ ശാസ്ത്രം അങ്ങനെയുള്ള ശാസ്ത്രശാഖകൾ പ്രാക്ടീസ് ചെയ്തു പോകുന്നു. പേര് ഐമനം അജിത്ത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു നല്ല വ്യൂവർ അദ്ദേഹം പറഞ്ഞു, പേരിങ്ങനെ പറയുന്നത് മഹാ ബോറിംഗ് ആണെന്ന്. അത് ഈ ശാസ്ത്രശാഖയെക്കുറിച്ച് അദ്ദേഹത്തിന് നിന്നല്ല, നിങ്ങൾക്കും അറിവില്ലാത്തതിൻ്റെ പേരിലാണ്. എന്തിനാണ്? വേറെ ഒരു ചാനലുകാരും പറയാറില്ലല്ലോ. ഏതെങ്കിലും യൂട്യൂബർ പറയാറുണ്ടോ അവരുടെ പേരെന്താണെന്ന്? ഇല്ല. പക്ഷേ ഞാനെപ്പോഴും പറയും, പേര് ഐമനം അജിത്ത്. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ, ഐമനം അജിത്ത് ഒന്ന് പറഞ്ഞു നോക്കൂ. ഐമനം അജിത്ത്. ഐമനം അജിത്ത് പറഞ്ഞല്ലോ. ഇത് മതി. ഇതാണ് ന്യൂമറോളജി. കാരണം ഇത് അത്ര കണ്ട് നിഗൂഢമായ ശാസ്ത്രമാണ്. അദ്ദേഹത്തിന് ബോറടിക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ സ്ട്രെയിറ്റായ വ്യക്തിയായതിൻ്റെ പേരിലാണ് അങ്ങനെ പറഞ്ഞത്. നിങ്ങളിൽ പല ആൾക്കാർക്കും തോന്നാറുണ്ട്, എൻ്റെ പേരിങ്ങനെ ഐമൻ അജിത്ത് എന്ന് പറയുന്നത് എന്തിനാണെന്ന്. അത് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് ഡയറക്റ്റായിട്ട്. നിങ്ങൾ കേവലം ഒരു വ്യൂവറല്ലേ. വ്യൂവറല്ലാതെ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ പേര് മാറ്റുന്ന ആൾക്കാർക്കൊക്കെ അതിൻ്റെ മഹത്വവും പറഞ്ഞു കൊടുക്കാറുണ്ട്. പേരിന് അത്ര പ്രാധാന്യമുണ്ട്. നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ പേരിൻ്റെ മഹാത്മ്യം. പിന്നെ പല ആൾക്കാരിലും നെഗറ്റീവ് പേരുണ്ട്, അതിങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല എന്നാണ്. ഈ പേരിനകത്ത് വളരെ പ്രാധാന്യമുണ്ടല്ലോ. ഇന്ന് സബ്ജക്റ്റ് ഒന്നുമില്ല, ജനറലായിട്ട് ചില കാര്യങ്ങൾ പറയാനായിട്ടാണ്. ഇപ്പോൾ നമ്മളൊരു മൊബൈൽ ഫോൺ മേടിക്കുന്നു. ഷോപ്പിൽ ചെല്ലുമ്പോൾ അവർ പറയുന്ന പൈസ കൊടുത്ത് മേടിക്കുകയാണ്. അവിടെ ബാർഗെയിനിങ് ഇല്ല. പക്ഷേ നിങ്ങളുടെ പേരിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് മാറ്റാനായിട്ട് നിങ്ങൾ ശ്രമിക്കാറുണ്ടോ? ശ്രമിക്കാത്തതിന് കാര്യം പൈസ കൊടുക്കണം. പൈസ കൊടുത്താലേ നല്ല പേര് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ദക്ഷിണ കൊടുക്കണം. അതൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാരാണ് മാറി നിൽക്കുന്നത്. പുരോഗതി ആഗ്രഹിക്കുന്നവരാണ് ഈ ശാസ്ത്രപ്രകാരം മുന്നോട്ട് പോകുന്നത്. അല്ലാതെയുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കട്ടെ. അത് ചില ജീവിതത്തിലെ വിധിയായിട്ട് കണക്കൂട്ടിയാൽ മതി. അതിന് കുറ്റം പറയാനാവില്ല. നിങ്ങളൊരു ടെക്സ്റ്റൈൽസിൽ ചെന്നു. ഇപ്പോൾ കോട്ടയത്ത് ആകുമ്പോൾ ഞങ്ങൾ ശീമാട്ടി നിന്നൊക്കെ എടുക്കുന്നത് സാറിന്. അവിടെ ചെന്നാൽ ഇപ്പം 20,000 20,000 ആയെന്ന് വയ്ക്കുക, 20,000 10 രൂപയെന്ന് വയ്ക്കുക. 10 രൂപ പോലും അവർ കുറച്ച് തരില്ല. അവിടെ ബാർഗെയിൻ ചെയ്യുന്നില്ലല്ലോ. പറയുന്ന പൈസ കൊടുത്ത് മേടിച്ചിട്ട് പോരും. എന്നാൽ നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും ഭേദഗതി ചെയ്യാനായിട്ട് പൈസ കൊടുക്കാൻ പറഞ്ഞാലോ, കൊടുക്കില്ല. ഞാനിത് പറയാൻ കാരണം, എന്നെ സമീപിച്ച ധാരാളം പേർക്ക് മാനുഷികമായ പരിഗണന കൊടുത്തുകൊണ്ട് ഞാൻ നാമകരണം ചെയ്തിട്ടുണ്ട്. വലിയ സാമ്പത്തികമുള്ള വലിയ അമിതമായ സർപ്ലസ് എമൗണ്ട്, എക്സസ് എമൗണ്ട് ഉള്ള ആളൊന്നുമല്ല ഞാൻ. പക്ഷേ ഇതാണ് എൻ്റെ ജീവിതമാർഗ്ഗം. എൻ്റെ ഭാര്യയ്ക്ക് ജോലിയുണ്ട്, മക്കൾക്കും കുടുംബത്തിലൊക്കെ വരുമാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ വിലയേറിയ സമയം ചിലവഴിക്കുമ്പോൾ ഞാൻ പറയുന്ന ആ ഫീസ് എനിക്ക് തരണം. ദക്ഷിണയല്ല, കൺസൾട്ടേഷന് വേണ്ടിയാണ് ദക്ഷിണ. അതിനായിട്ട് ഒന്നും പറയാറില്ല. പക്ഷേ ചെയ്യുന്ന കാര്യത്തിനായിട്ട് ഗ്യാരണ്ടി ആയിട്ട് പേര് കൊടുക്കുമ്പോൾ മാത്രമല്ലല്ലോ, അടുത്ത 6 മാസത്തേക്ക് അവരുടെ നെഗറ്റീവ് ഡേയ്സ് കൊടുക്കുമ്പോൾ, 6 ഇപ്പോഴും 2-3 വർഷമായുള്ള ആൾക്കാരൊക്കെ കൂടുതൽ ബന്ധമായപ്പം എല്ലാവർക്കും അവരുടെ കുടുംബത്തിൽ ഉൾപ്പെടെ എല്ലാവർക്കും നെഗറ്റീവ് ഡേയ്സ് കൊടുക്കുന്നുണ്ട്. അതിലൂടെയൊക്കെ എത്രയോ നഷ്ടങ്ങൾ അവർ നികത്തി കൊടുക്കുന്നു, അവർക്ക് പരിഹരിക്കാൻ പറ്റുന്നുണ്ട്. ഉദാഹരണം, നിങ്ങളൊരു വാഹനം മേടിക്കാൻ പോകുമ്പോൾ നെഗറ്റീവ് ഡേ ആണെങ്കിൽ ആ വാഹനം അധികം ഉതകത്തില്ല. എൻ്റെ മകൻ്റെ ഒരു കാര്യം പറഞ്ഞത്, എനിക്കൊരു ഫോർച്യൂണർ വണ്ടി ഉണ്ടായിരുന്നു. ഫോർച്യൂണർ, അത് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്ര ശരിയല്ലാത്ത സമയത്ത് അവരുടെയൊക്കെ നിർബന്ധത്തിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ഓണർഷിപ്പ് എൻ്റെ മകൻ്റെ പേരിൽ കൊടുത്തു. പിന്നീട് ഉണ്ടായ നഷ്ടങ്ങളൊക്കെ ഒരു 3 ലക്ഷം രൂപ മുടക്കി നഷ്ടങ്ങളൊക്കെ ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു. അത് പോട്ടെ. ഈ കഴിഞ്ഞ ഇടയ്ക്കായിട്ട് ആ വണ്ടി ആയിട്ട് മകൻ അജ്മാനിൽ പോയി. അജ്മാനിൽ ചെന്ന് വഴിയിൽ പാർക്ക് ചെയ്തിട്ട് ഒരു ഹോട്ടലിലേക്ക് ചായ കുടിക്കാൻ വേണ്ടി കയറുക. വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഹോട്ടലിലേക്ക് കയറിയില്ല, അതിന് മുൻപായിട്ട് വലിയൊരു ട്രക്ക് വന്ന്, 16 വീലുള്ള ട്രക്ക് വന്ന് മകൻ്റെ വണ്ടി ഉൾപ്പെടെ 6 വണ്ടി അങ്ങ് തകർത്തു. മകൻ്റെ വണ്ടിയാണ് ആദ്യമേ ടോട്ടൽ ലോസായത്. അത് ന്യൂമറോളജിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ചിന്തിച്ചു, മകൻ ജനിച്ച ഡേറ്റ് 1-ാം തീയതിയാണ്. 1. ഈ വണ്ടി ഫോർച്യൂണറിന് ആദ്യ ലെറ്റർ ഏതാണ്? F. 1-ാം തീയതി ജനിച്ചവർക്ക് Pയും Fും പേരിലുള്ള വണ്ടി പാടില്ല. ഇപ്പോൾ പജേറോ എൻ്റെ മകന് പാടില്ല. ഈ വണ്ടി മകനെടുത്തല്ല, ഞാൻ എൻ്റെ വണ്ടി ഞാൻ കൊടുത്തതാണ് ഫോർച്യൂണർ. എന്തായാലും ഭാവിയിൽ അധികം നാൾ ഉപയോഗിക്കേണ്ടി വന്നില്ലല്ലോ. ഇതൊക്കെയാണ് ന്യൂമറോളജിയിൽ അറിഞ്ഞിരിക്കേണ്ടത്.
ചില ആൾക്കാർ വണ്ടി എടുത്താൽ എന്നും പണിയായിരിക്കും. പുതിയ വണ്ടിയാണെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ കാണും. അത് നിങ്ങൾക്ക് യോജിക്കാത്തതിൻ്റെ പേരിലാണ്. നിങ്ങൾക്കത് അറിയില്ല. നിങ്ങളതിന് കമ്പനിയെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അവരുടെ സർവീസിങ് സെൻറ്ററിൻ്റെ സർവീസ് മോശമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ളതൊക്കെ അറിഞ്ഞിരിക്കണം. ഇനി ഒരിക്കലും എൻ്റെ മോളെവിടെ എറണാകുളത്ത് ലുലുവിൻ്റെ പടിക്ക് താമസിക്കായിരുന്നു. എൻ്റെ കുടുംബകഥകളാകട്ടോ ഇതൊക്കെ. അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പം അത് രസമുണ്ടല്ലോ, ഊഹാപോഹങ്ങളെ അടിസ്ഥാനമാക്കിയല്ലോ. ആ ലുലുവിൻ്റെ പടിക്കൽ അവിടെയായിട്ടൊരു ഫ്ലാറ്റിൽ താമസിക്കുന്നു. മോളുടെ ഹസ്ബൻഡ് അന്ന് അവിടെ ഇല്ല, ജർമ്മനിയിലാണ്. കുഞ്ഞിന് ഒരു മോനുണ്ട്. ആ മോൻ അന്ന് വൈകിട്ട് ഒരു ശ്വാസം മുട്ടൽ പെട്ടെന്നൊരു ബ്രീത്തിങ് പ്രോബ്ലം അങ്ങനെ ഉണ്ടാകാറില്ലാത്തതാണ്. എറണാകുളത്ത് ഒരു ലീഡിങ് ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു എന്തോ ഒരു മണിക്കൂറുണ്ട് അവിടെ കിടക്കാൻ പറഞ്ഞു. രാത്രി 7 മണി 8 മണി 7 മണി 7:30 ആയി. ഇപ്പം മോളും കുഞ്ഞും മാത്രമേ ഉള്ളൂ. മോള് ചോദിച്ചു പോകട്ടെ, വീട്ടിലേക്ക് പൊക്കോട്ടെ, ചിലപ്പോൾ രാത്രിയിൽ ചിലപ്പം ശ്വാസം മുട്ടലുണ്ടെങ്കിൽ വരേണ്ടി വരുമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞതാണ്. അപ്പോൾ മോൾക്കൊരു പേടി, രാത്രിയിൽ എങ്ങനെയും കുഞ്ഞിന് അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഇവിടെ വരെ വരണ്ടേ. മോൾക്ക് വണ്ടിയില്ല, ഓട്ടോറിക്ഷയും വിളിച്ച് വരണം, ആ ബുദ്ധിമുട്ടാവും. ഡോക്ടർ പറഞ്ഞു എന്നാൽ പോകണ്ട, അവിടെ കിടക്കാൻ പറഞ്ഞു. അവരവിടെ 7 ദിവസം കിടത്തി. എറണാകുളത്തെ ലീഡിങ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്. 7 ദിവസം കിടത്തി. കേവലം ജസ്റ്റ് ഒരു ശ്വാസം മുട്ടൽ. അവിടെ 42,000 രൂപയാണ് ആ ഹോസ്പിറ്റലുകാർ 7 ദിവസം കൊണ്ട് മേടിച്ചത്. മോളയിൽ ആ ബില്ലൊക്കെ ഉണ്ട്, ഇപ്പം ഉണ്ടോയെന്നറിയില്ല, ഉണ്ടായിരുന്നു. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. അതിനും ഡോക്ടർമാർ പറഞ്ഞ പൈസ കൊടുത്തേ പറ്റൂ. പക്ഷേ നല്ലൊരു ഭാവിക്ക് വേണ്ടി അവനവൻ്റെ പേരിലുള്ള തെറ്റുകുറ്റങ്ങൾ ക്ലിയറായിട്ട് ചെയ്തു കൊടുക്കാനായിട്ട് ഫീസ് ചോദിക്കുമ്പം മടി. വേണ്ട, എനിക്കൊരു നിർബന്ധവുമില്ല, ഞാനും എൻ്റെ കുടുംബം സേഫാണ്. നിങ്ങളുടെ ലൈഫാണ് ഏറ്റവും പ്രാധാന്യം എടുക്കേണ്ടത്. നിങ്ങളുടെ മക്കളുടെ ലൈഫാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ലൈഫിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിനായിട്ട് പൈസ ചിലവഴിക്കുമല്ലോ. ഒരാൾ ആത്മാർത്ഥമായിട്ട് കാര്യം വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുമ്പോൾ അവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കണം. ഇത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നതല്ലല്ലോ. കാരണം കുറച്ച് ആൾക്കാർ എന്നെ പറ്റിച്ചിട്ട് പോയി. ഞാൻ ചിരിക്കും, പാവങ്ങൾ തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും പറ്റിച്ചിട്ട് പോയി. ഞാൻ സത്യത്തിൽ കണ്ണടയ്ക്കുന്നത്. എനിക്കറിയാം ഈ വ്യക്തി ഇന്ന ടീമാണെന്ന് അറിയാം, വ്യക്തമായിട്ടറിയാം. ഇവർ എന്നെ സമീപിക്കുമ്പോഴേ അറിയാമല്ലോ, ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും മേടിക്കുമ്പോൾ ഇവരാളെങ്ങനെയാണ്, സിൻസിയറാണോ സ്വാർത്ഥരാണോ എന്നൊക്കെ അറിയും. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പിന്നെ എൻ്റെ പ്രായത്തിൻ്റെ പേരിലാണ് കുറച്ച് കൺസെൻട്രേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ കേൾക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾ ഉള്ളുകണ്ട് ചിരിക്കും, നല്ല പേര് നേടിയെടുത്തിട്ട് ഇനി പോകുന്നില്ല ഒന്നും. അങ്ങനെയുള്ളതൊന്നും ശരിയാകെ മുന്നോട്ട് പോകത്തില്ല കേട്ടോ. ഒരു വ്യക്തിയെ പറ്റിച്ചുകൊണ്ട് ആരും ജീവിക്കരുത്. വ്യക്തമായിട്ട് പറയാം. നിങ്ങൾക്ക് എല്ലാവരുടെയും പേരൊന്നും പറയുന്നില്ല, അത് അറിയാവുന്നവരുണ്ട്. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി, അതുകൊണ്ടാണ് ഇത്രയും വ്യക്തമായിട്ട് പറയുന്നത്. എവിടെയും പോയി ബാർഗെയിൻ ചെയ്തുകൊണ്ട്, ഇപ്പോൾ ഈ നമ്മൾ ഹോട്ടലിൽ, വലിയ വൻകിട ഹോട്ടലിൽ ചെന്ന് ആഹാരം കഴിച്ചിട്ട് നല്ല ബില്ല് കൊടുക്കും, എക്സ്ട്രാ ടിപ്പും കൊടുക്കും. അവർ നേരെ പുറത്തേക്ക് വന്നിട്ടോ ഏതെങ്കിലും കടയിൽ ചെന്ന്, പച്ചക്കറി കടയിൽ ചെന്നിട്ട് അവിടെ ചെന്ന് ബാർഗെയിൻ ചെയ്യും. 100 രൂപയുടെ പച്ചക്കറിക്ക് അവർ 80 രൂപയ്ക്ക് തരാമെന്ന് ചോദിക്കും. ആ പച്ചക്കറി കടക്കാരന് ജീവിക്കണ്ടേ? അവിടെ 20 രൂപ ലാഭിക്കണോ? അതൊന്നും ഉതകത്തില്ല എന്ന് വ്യക്തമായിട്ട് പറയുകയാണ്. ഇന്ന് ന്യൂമറോളജി ക്ലാസ് അല്ല. കാരണം നമ്മൾ നന്നാകാതിന് കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റുള്ളവൻ്റെ ദുഃഖം കണ്ടുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഇനി എൻ്റെ പേരിൽ ഐമനം അജിത്ത് എന്നാണല്ലോ പേരിട്ടത്. ഐമനത്തിനകത്ത് AYIMAN എൻ എന്ന ലെറ്ററിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. എൻ എന്ന ലെറ്ററിൽ. പ്രായം 65, പക്ഷേ അവിടെ 65-ലല്ല, എൻ എന്ന ലെറ്ററിലാണ്. ആ ലെറ്ററിൻ്റെ മഹനീയത എന്നാൽ ഒരു വ്യക്തിയുടെ പേരിൽ എൻ എന്ന ലെറ്റർ ഉണ്ടെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ട് വളരെയേറെ ഗുണം കിട്ടും. എങ്ങനെ അവരിലേക്ക് സാമ്പത്തികം വരും? ഇപ്പം എൻ്റെ പേരിൽ എൻ എന്ന ലെറ്റർ ഉള്ളതിൻ്റെ പേരിൽ സാമ്പത്തികം വരുന്നുണ്ട്. ദക്ഷിണയായിട്ടും പറയുന്ന ഫീസും തന്നുകൊണ്ട് ആൾക്കാർ പോകുന്നു. കുറച്ച് ആൾക്കാർ പറ്റിച്ചിട്ട് പോകും, പോട്ടെ, സാരില്ല. അല്ലെങ്കിൽ എനിക്ക് നിന്ന് തിരിയാൻ ഇടയില്ലാത്ത രീതിയിൽ നല്ല തിരക്കാണ്, പൈസ വരുന്നു. അപ്പം നിങ്ങളുടെ പേരിലും എന്നുണ്ടെങ്കിൽ എങ്ങനെ വിനിയോഗിക്കണമെന്ന് അറിയില്ലല്ലോ. അതിനായിട്ട് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അവർ ദക്ഷിണ സമർപ്പിച്ചാൽ കൊടുക്കും. എന്നല്ല കേട്ടോ, ഏത് പേരായാലും ശരി. ഇപ്പോൾ ഒരു പ്രകാശം ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് പേരായാലും ശരി, നിങ്ങൾ ഏത് ലെറ്ററിലാണെന്ന് പറയാൻ പറ്റും. അതിൻ്റെ ഡിഫക്റ്റ് ഉണ്ടാകാം. അതുകൊണ്ടാണ് ചില ആൾക്കാർ, കഴിഞ്ഞ ദിവസം ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, 16-ാം തീയതി ജനിച്ച വ്യക്തിയാണ്, 16 ജനുവരിയിൽ വഴിയെ പോകുന്ന വയ്യാവലിയെല്ലാം തലയിലേക്ക് വരുന്നു. അത് കണക്കെടുത്ത് നോക്കിയപ്പോൾ അങ്ങനെയാണ് 7ൻ്റെ പ്രസരമാണ്. അപ്പോൾ അതിനായിട്ട് അവിടെ നമുക്കൊരു
പ്രൊട്ടക്ഷൻ വേണം. ഏത് രീതിയിൽ? പൂജയൊന്നും അല്ല. പൂജയ്ക്കൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. അമ്പലങ്ങളിൽ കൊണ്ട് പൈസ കൊടുക്കാനും ഞാൻ പറയാറില്ല. ദേവസ്വം ബോർഡിൻ്റെ കേരളത്തിൽ 48,000-ഓളം ക്ഷേത്രങ്ങളുണ്ട്. 48,000. അതിൽ 3,500 മുകളിൽ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുണ്ട്. ദേവസ്വം ബോർഡിൽ പൈസ കൊടുക്കാനും ഞാൻ പറയത്തില്ല. അങ്ങനെ ദൈവത്തിന് കൊടുത്തിട്ട് കാര്യമില്ല. അതൊക്കെ രാഷ്ട്രീയക്കാർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു ഹിന്ദുവാണ്, ഭാരതീയത ഇഷ്ടപ്പെടുന്നയാളാണ്, അടിയുറച്ച വിശ്വാസിയാണ്. പക്ഷെ പറയുന്നു, ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ കൊടുത്തിട്ട് നിങ്ങളുടെ പൈസ കളയാവുന്നേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ലൈഫ് വലുതാക്കാൻ നോക്കൂ. ഇതൊന്നും ഉപദേശമല്ല, അനുഭവം മാത്രം നിങ്ങളോട് വിളിച്ചു പറയുന്നു. ഇനി എൻ്റെ പേരിൽ എൻ എന്ന ലെറ്ററിന് മുമ്പായിട്ട് എ എന്ന ലെറ്ററായിരുന്നു. AYMAN. എ കഴിഞ്ഞിട്ടായിരുന്നു എൻ. എ കഴിഞ്ഞിട്ടൊരു വ്യക്തിയുടെ പേരിൽ എൻ വന്നാൽ വളരെയേറെ ഗുണം ചെയ്യും. അത് എങ്ങനെ ഗുണം ചെയ്യും? അത് ന്യൂമറോളജിസ്റ്റിനെ കാണും. ന്യൂമറോളജി പറ്റത്തില്ല കേട്ടോ, പ്രോണോളജിക്കാർക്കേ പറ്റുള്ളൂ. ഒരു വിദഗ്ധനായ പ്രോണോളജിസ്റ്റിനെ കണ്ടാൽ അദ്ദേഹം എല്ലാം പറഞ്ഞു തരും. നിങ്ങളുടെ പ്രായം 35 അല്ലെ 40. പ്രത്യേകം ഇപ്പം നമ്മളുടെ അടുത്ത് സമീപിച്ചിരിക്കുന്ന ആൾക്കാർ ഒട്ടുമിക്കവരും കണക്കെടുത്തപ്പോൾ 40 വയസ്സിന് മുകളിലുള്ള എബവ് 40 ഏജ് ഉള്ളവരാണ് പേര് മാറ്റുന്നത്. ഇവരോട് ചോദിക്കുക എന്തുകൊണ്ടാണ് പേര് മാറ്റുന്നത്? എൻ്റെ സാറേ ഇത്രയും നാളെ പല കാര്യങ്ങളും ചെയ്തു, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുക. ഇനി എന്തായാലും ഈ ഫീസ് ഇത് തന്നാലും ശരി, പേര് മാറ്റി കഴിഞ്ഞാൽ ഒരാൾ ഗ്യാരണ്ടി പറയുമല്ലോ. ഞാൻ നേരിട്ടാണല്ലോ ഗ്യാരണ്ടി പറയുന്നത്. 6 മാസം കൊണ്ട് പേര് മാറ്റിക്കഴിഞ്ഞാൽ പറയുന്ന പോലെ കേട്ടാൽ മാറ്റം ഉണ്ടാകും. പിന്നെ നമ്മളെ പേരിൻ്റെ ഒരു പ്രത്യേകത ഈ കേൾക്കുന്ന നിങ്ങൾക്കും അറിയാം. തൊട്ടപ്പുറത്തെ വീട്ടിലെ ഏതെങ്കിലും പേരല്ല കൊണ്ടിടുന്നത്. അല്ല, നാട്ടിൽ പ്രചാരമായ പേര് ഞാൻ ഇടാറില്ല. പുതിയ പേര് ഇംഗ്ലീഷിലെ A തൊട്ട് 26 ലെറ്റേഴ്സുള്ള ആ ലെറ്റേഴ്സ് ഇട്ട് ഞാൻ അമ്മാനമാടും. ഈ സർക്കസുകാർ ഈ കുപ്പിയൊക്കെ മുകളിലേക്ക് എറിഞ്ഞ് അമ്മാനം ഇടുന്നില്ല, അതുപോലെ ഞാൻ ചെയ്യും. ഏതൊക്കെ ലെറ്റേഴ്സ് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എനിക്കറിയാം വ്യക്തമായിട്ട്. അവർ ജനിച്ച ഡേറ്റും പിന്നെ അവരുടെ ഫേറ്റ് നമ്പറും അടിസ്ഥാനമാക്കി. അല്ലാതെ അപ്പുറത്തെ വീട്ടിലെ പേരും അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ്റെ പേരോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ മക്കളുടെ പേരൊന്നും ഞാനിടത്തില്ല. അതൊരു പുതുമയല്ലല്ലോ. ഒരു പുതിയ ഒരു കോൺട്രിബ്യൂഷനാണ് ഈ സമൂഹത്തിന് നൽകേണ്ടത്. കാരണം സരിഗമ പദനി 7 സ്വരങ്ങൾ വെച്ചുകൊണ്ട് കോടാനുകൂടി പാട്ടുകൾ കേട്ട അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഇനിയും കേൾക്കാൻ പോകുന്ന നമ്മൾ കേവലം 7 സ്വരങ്ങൾക്കുണ്ട്. അത്രയും ചെയ്യാമെങ്കിൽ ഈ 26 ലെറ്റേഴ്സ് കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് അറിയാമോ? മുൻപൊരിക്കലും ഒരാൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന പോലെയാണെങ്കിൽ നെഗറ്റീവ് ഇല്ലാത്ത പേര് വരത്തില്ലല്ലോ എന്ന്. ഒരു പേര് ഇടാൻ പറ്റുകയില്ലെന്ന്. അദ്ദേഹത്തിന് ലോകം അത്രയേ ഉള്ളൂ, അല്ല നിങ്ങളുടെ മിക്കവരും ലോകവും അത്രയുമേ ഉള്ളൂ. അതല്ല, പേര് കണ്ട് നല്ല പോസിറ്റീവായിട്ടുള്ള പേരിടാം. റെയർ നെയിം. ഇപ്പോൾ എൻ്റെ മോളുടെ പേര് പൂജ എന്നാണ്. 34 വർഷങ്ങൾക്ക് മുമ്പാണ് പൂജ എന്ന പേരിട്ട്. എൻ്റെ മോൻ 30 വയസ്സ്, അമർജിത്ത് എന്നാണ് പേര്. അമർജിത്ത് എന്നുള്ള പേര് അന്ന് 30 വർഷങ്ങൾക്ക് മുമ്പ് റെയറായിരുന്നു. എൻ്റെ മോൻ്റെ പേര് ഭൈറോൺ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ പേര്? ഭൈറോൺ എന്ന് വെച്ചാൽ ഭാർഗവൻ, പരശുരാമൻ. പക്ഷേ പരശുരാമൻ എന്ന് പറഞ്ഞാലോ സുഖമില്ല, ഭാർഗവൻ എന്ന് പറഞ്ഞാലോ സുഖമില്ല. ഭൈറോൺ സാൻസ്ക്രിറ്റ് നെയിം. അതെല്ലാവർക്കും പറ്റത്തില്ല കേട്ടോ ഈ ഭൈറോൺ എന്നുള്ള പേര്. ഇത് കേട്ടോണ്ട് ആർക്കെങ്കിലും ഏതെങ്കിലും നിമിഷത്തിൽ തോന്നുക കൊള്ളാമല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിനിടരുത്. എല്ലാവർക്കും ആ പേര് യോജിച്ചതല്ല, ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം എൻ്റെ മോൻ ജനിച്ച ഡേറ്റും ഫേറ്റ് നമ്പറും വെച്ചുകൊണ്ടാണ് ഇട്ടത്. എൻ്റെ മോളുടെ കുഞ്ഞിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ പേരിടാനായിട്ടൊക്കെ പ്രാധാന്യം കൊടുക്കണം. നിങ്ങളിപ്പോൾ ഒരു വീട് വെക്കുമ്പോൾ എത്രയോ ലക്ഷം രൂപയാണ് മുടക്കുന്നത്. എത്ര കോടികൾ വേണമെങ്കിലും മുടക്കാം. അവിടുത്തെ ഗേറ്റ്, എല്ലാവരുടെ കയ്യിലും വലിയ മതിൽ വേണം, ഗേറ്റ് വേണം, ഡിസൈൻ വേണം, എല്ലാം എത്ര ലക്ഷം. പക്ഷേ അനുയോജ്യമായൊരു വീട്ടുപേരിടുന്നുണ്ടോ നിങ്ങൾ? പിന്നെ ആ വീട്ടിൽ കയറി കിടന്നിട്ട് സമാധാനമുണ്ടോ? ഒരു ന്യൂമറോളജിസ്റ്റിനെ പ്രോണോളജിസ്റ്റിനെ കണ്ടൊരു പേര് ഇടാൻ നോക്കുക. അവർക്ക് ആ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല. നിങ്ങൾ എന്നെ കാണാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല. എനിക്ക് നിന്ന് തിരിയാൻ ഇടയില്ലാത്ത രീതിയിൽ സമയമില്ല. അറിയാവുന്നവർക്കറിയാം. 3 ആഴ്ച മുമ്പ് ദക്ഷിണ സമർപ്പിച്ചവർക്കും ഫീസ് സമർപ്പിച്ചവർക്കും ഇപ്പോഴും ഞാൻ അതിന് മറുപടി കൊടുത്തിട്ടില്ല. ഒരു സമയത്തിൻ്റെ വിഷയമാണ്. പിന്നെ എല്ലാം 1 by 1 ആയിട്ട് ചെയ്ത് കൊടുക്കും. ചെയ്യുന്ന കാര്യം വൃത്തിയായിട്ട് കൊടുക്കും. പിന്നെ മുൻപ് പേരിട്ട് കൊടുത്ത എല്ലാ ആൾക്കാരെ എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റത്തില്ല. ആവശ്യക്കാരെന്നെ സമീപിക്കട്ടെ. എനിക്ക് എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ ഈ പിശുക്ക് കാണിക്കല്ല വേണ്ടത്. നിങ്ങളൊരു വസ്ത്രം മേടിക്കുമ്പോൾ, ഒരു വാച്ച് മേടിക്കുമ്പോൾ വേണ്ട, എവിടെ ആയിക്കോട്ടെ, ഒരു ഹോട്ടലിൽ കയറുമ്പോഴാണ് തന്നെ ഏറ്റവും വില കൂടിയ ഭക്ഷണമൊക്കെ മേടിക്കുക. അതെല്ലാം ആവശ്യമാണ്. അതിനൊക്കെ പൈസ മുടക്കാനായിട്ട് മടിയില്ല. ജീവിതകാലം മൊത്തം കാത്തു സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ പേര്. നമ്മുടെ കാലശേഷവും പേര് കാത്തു സൂക്ഷിക്കണം. നമ്മുടെ വീട്ടുപേരും കാത്തു സൂക്ഷിക്കണം. ഇത് ഇന്ന വീട്ടിലെ കുട്ടിയാണെന്ന് പറയുമ്പം ഒരു സ്വാഗതം കിട്ടണം. മറ്റൊരു വീട്ടിൽ അത് ഇന്ന വീട്ടിലെ കുട്ടിയാണ്. ചിലർ പറയാറില്ല, അവനാ വീട്ടിലെയാണ്, ആ വീട്ടുപേര് തന്നെ അവരെ അവഗണിക്കുവാണ്. നിങ്ങൾക്കറിയില്ല വീട്ടുപേര് മോശമായിട്ടാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആ കുടുംബത്തിലെ അംഗങ്ങൾ ചെയ്യുകയും ചെയ്യും.
അതുകൊണ്ട് മടിച്ചു നിൽക്കാതെ നിങ്ങൾ ഏതെങ്കിലും വിദഗ്ധനായ പ്രോണോളജിസ്റ്റിനെ കണ്ടുകൊണ്ട് പേര് മാറ്റിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇത് നിർത്തുകയാണ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പുരോഗതി ആഗ്രഹിക്കുന്നവരെ ഇതൊക്കെ ചെയ്യുള്ളൂ, അല്ലാതുള്ളവർ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ സെലിബ്രേറ്റ് നമ്മുടെ ഫിലിം ആക്ടേഴ്സ് അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ആരും ആയിക്കോട്ടെ, അവരെന്തിനാ ഈ പേര് മാറ്റം വരുത്തിയത്? വിഡ്ഢികളാണോ? അവരൊക്കെ നമ്മളെക്കാളും ലോകം കണ്ട ആൾക്കാരാണ്. അവരൊന്നും വിഡ്ഢികളൊന്നുമല്ല. നമ്മൾ ഈ ഇട്ടാവട്ടത്തിൽ കിടന്ന് കറങ്ങി നടക്കുന്നവരെയാണ് ഉയർന്നു പോകുന്ന ആൾക്കാരെ പറ്റി വിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. കാരണം അക്ഷരങ്ങളുടെ പ്രാധാന്യം അങ്ങനെയാണ്. പിന്നെ ചോദിക്കും, ഇതൊക്കെ എന്തിനാണ് വാരി വലിച്ച് പറയുന്നത്? ഇത് ക്ലാസ്സാണ്, പഠന ക്ലാസ്സാണ്, വേറെ ആരെ പറ്റിയും ദൂഷണം പറയുന്ന ക്ലാസ്സല്ല. അങ്ങനെയുള്ളൊരു കണ്ടാൽ മതിയെന്ന് ഞാൻ പറയുന്നല്ലോ. ഈ നെഗറ്റീവ് പറഞ്ഞാൽ ചാടി കയറി വരും. നമുക്ക് വ്യൂവേഴ്സ് കുറവാണ്, എല്ലാം കുറവാണെന്ന് എനിക്കറിയാം. അത് മതി. ഇതൊരു ക്ലാസ്സാണ്, സ്റ്റാൻഡേർഡുള്ള ക്ലാസ്സാണ്, അറിവാണ്. ഓക്കെ, എന്തായാലും പ്രൈസ് അല്ല, വാല്യൂ ആണ്. നിങ്ങളുടെ ലൈഫിനാണ് വാല്യൂ, ജീവിതത്തിന് വാല്യൂ ഉണ്ടോ? എന്നും ജീവിച്ച് വെറുതെ അങ്ങ് പോയിട്ട് കാര്യമില്ല. കേവലം പുഴുക്കളെ പോലെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂഷൻ ചെയ്യണം, നല്ല കോൺട്രിബ്യൂഷൻ. നിങ്ങളുടെ ലൈഫിന് വാല്യൂ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.